RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് 2021 ജനുവരി 2 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. 2020 വരെ ഇതുവരെ ചർച്ച ചെയ്യാത്ത ധാരാളം ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ആരംഭം മുതൽ അവസാനം വരെ കാണുക. കൂടാതെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് RJ സിവിൽ സർവീസ് അക്കാദമി സൗജന്യ വാട്സപ്പ് പരിശീലനങ്ങൾ നൽകുന്നുണ്ട്, മോഡൽ എക്സാമുകൾ നൽകുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: അടുത്തിടെ ഏത് രാജ്യമാണ് തങ്ങളുടെ ദേശീയ ഗാനത്തിലെ യങ് എന്ന പദം മാറ്റി വൺ എന്നാക്കിയത്? അടുത്തിടെ ഏത് രാജ്യമാണ് തങ്ങളുടെ ദേശീയ ഗാനത്തിലെ യങ് എന്ന പദം മാറ്റി വൺ എന്നാക്കിയത്? വിച്ച് കൺട്രി ഹാസ് റീസെന്റ് ചേഞ്ച്ഡ് ദ വേർഡ് യങ് ഇൻ ഇറ്റ്സ് നാഷണൽ ആന്തം ടു വൺ? ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ ആണ് തങ്ങളുടെ രാജ്യത്തെ ദേശീയ ഗാനത്തിലെ യങ് എന്ന പദം മാറ്റി വൺ എന്ന് ആക്കിയത്. ഓസ്ട്രേലിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യ കോവിഡ് വാക്സിൻ ഏത്? വിച്ച് വാസ് ദ ഫസ്റ്റ് കോവിഡ് വാക്സിൻ ടു ബി അപ്രൂവ്ഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യ കോവിഡ് വാക്സിൻ ഏത്? ഫൈസർ ബയോടെക് വാക്സിനാണ്. ഫൈസർ ബയോടെക് വാക്സിനാണ് ആദ്യത്തെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ എന്നുള്ളത്. ബ്രിട്ടനിലാണ് ഇത് നൽകി തുടങ്ങിയത്. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിൻ കോവാക്സിൻ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിൻ കോവാക്സിൻ ആണ്. ഇത് ഭാരത് ബയോടെക് ആണ് വികസിപ്പിച്ചെടുത്ത്. ഇതുകൂടാതെ മറ്റൊരു വാക്സിൻ കൂടി ഇന്ത്യയിൽ ഇപ്പോൾ നൽകുന്നുണ്ട് പൊതുജനങ്ങൾക്കായിട്ട്. അത് നോക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ ഏത്? വിച്ച് കോവിഡ് വാക്സിൻ വാസ് ഡെവലപ്ഡ് ബൈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് മാനുഫാക്ചർഡ് ബൈ ദ പൂനം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്? ഏതാണ് ആ കോവിഡ് വാക്സിൻ? കോവിഷീൽഡ് ആണ്. ഇപ്പോൾ കോവിഷീൽഡ് അതും കോവിഷീൽഡും കോവാക്സിനുമാണ് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്കായിട്ട് വാക്സിൻ കുത്തിവയ്പ്പിനായി നൽകുന്നത്. കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതാണ്, പക്ഷേ അത് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത് കോവാക്സിനാണ്. അത് ഭാരത് ബയോടെക്കിൻ്റെ ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്താണ് കോവാക്സിൻ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ: മലയാള മിഷന്റെ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഹു ഇസ് എ റെസിപ്പിയന്റ് ഓഫ് മലയാളം മിഷൻ മോം എക്സ്പെർട്ടൈസ് അവാർഡ്? മോം എക്സ്പെർട്ടൈസ് അവാർഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മലയാള മിഷന്റെ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അത് ഡോക്ടർ അശോക് ഡിക്രൂസിനാണ് മലയാള മിഷന്റെ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം 2020 ലഭിച്ചത്. ഡോക്ടർ അശോക് ഡിക്രൂസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? വിച്ച് സ്കീം ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രിവെന്റ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? വിച്ച് സ്കീം ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രിവെന്റ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ? കൈത്താങ് സ്കീമാണ്. കൈത്താങ് പദ്ധതിയാണ് ഇത്തരത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ തടയുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി കൈത്താങ് പദ്ധതി. ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പഹൽ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ്? ഈ അടുത്തായി PSC പരീക്ഷകളിൽ ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ പഹൽ പ്രൊജക്ട് റിലേറ്റഡ് ടു? പാചകവാത സബ്സിഡിയുടെ വിതരണമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് LPG സബ്സിഡി. അതായത് പഹൽ പദ്ധതി പാചകവാത സബ്സിഡിയുടെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം: റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ CEO ആരാണ്? ഹു ഈസ് ദ ഫസ്റ്റ് എവർ CEO ഓഫ് റെയിൽവേ ബോർഡ്? റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ CEO എന്ന് പറയുന്നത് വിനോദ് കുമാർ യാദവ് ആണ്. വിനോദ് കുമാർ യാദവ്. ശ്രദ്ധിക്കുക. റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ CEO വിനോദ് കുമാർ യാദവ്. ലോകത്തെ ഏറ്റവും അധികം നഗരങ്ങളുമായി ബന്ധിപ്പിച്ച നഗരമായി ഉയർന്നു വന്ന നഗരം ഏതാണ്? ലോകത്തെ ഏറ്റവും അധികം നഗരങ്ങളുമായി ബന്ധിപ്പിച്ച നഗരമായി ഉയർന്നു വന്ന നഗരം? വിച്ച് സിറ്റി എമർജ്ഡ് ആസ് ദി മോസ്റ്റ് കണക്റ്റഡ് സിറ്റി ഇൻ ദ വേൾഡ്? ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ശ്രദ്ധിക്കുക. ഏറ്റവും അധികം നഗരങ്ങളെ ബന്ധിപ്പിച്ച ഒരു നഗരം എന്നുള്ളത് ഷാങ്ഹായി ആണ്. ചൈനയിലാണ് ലോകത്തെ ഏറ്റവും അധികം നഗരങ്ങളെ ബന്ധിപ്പിച്ച നഗരമായി ഉയർന്നു വന്നത്. വിച്ച് സിറ്റി എമർജ്ഡ് ആസ് ദി മോസ്റ്റ് കണക്റ്റഡ് സിറ്റി ഇൻ ദ വേൾഡ്? ഷാങ്ഹായി. അടുത്ത 9ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ ഐക്കൺ അവാർഡ് 2020 ലഭിച്ചത് ആർക്ക്? ഹു ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ ദാദാ സാഹിബ് ഫാൽക്കെ ഐക്കൺ അവാർഡ് 2020? ഇത് അനങ്ഷ ബിശ്വാസാണ്. അനങ്ഷ ബിശ്വാസിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഐക്കൺ അവാർഡ് 2020 ലഭിച്ചത്. അനങ്ഷ ബിശ്വാസ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2020 ഏഷ്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഏഷ്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം ഹു ഹാസ് ബീൻ അവാർഡഡ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് ഏഷ്യൻ ഓഫ് ദി ഇയർ ഓഫ് 2020? 2020 ഏഷ്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അദാർ പുനവല്ല. അദാർ പുനവല്ല സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO ആണ്. അദാർ പുനവല്ലയ്ക്കാണ് 2020 ഏഷ്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിച്ച സംസ്ഥാനം? വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിൽറ്റ് ദി ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ?
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിച്ച സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിലെ രാജ്ഗിറിലാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഗ്ലാസ് പാലം ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം ബീഹാർ. അടുത്തത്, ഇന്ത്യൻ ധനകാര്യ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഏതാണ്? വിച്ച് ബാങ്ക് ഹാസ് ബീൻ നെയ്മഡ് ആസ് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനി ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ സെക്ടർ? ഇന്ത്യൻ ധനകാര്യ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് HDFC ബാങ്ക് ലിമിറ്റഡ് ആണ്. ഏറ്റവും മികച്ച ധനകാര്യ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട് HDFC ബാങ്ക് ലിമിറ്റഡ്. അടുത്തത് നോക്കുക, 2020 അന്താരാഷ്ട്ര കുട്ടികളുടെ സമാധാന പുരസ്കാരം നേടിയതാര്? ഹു വോൺ ദ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് 2020? ചിൽഡ്രൻസ് പീസ് പ്രൈസ്, ശിശുക്കളുടെ സമാധാന പുരസ്കാരം നേടിയത് സാദത്ത് റഹ്മാനാണ്. 17 വയസ്സ് മാത്രമാണ്, ബംഗ്ലാദേശുകാരനാണ്. സാദത്ത് റഹ്മാനാണ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് 2020 ലഭിച്ചത്, സാദത്ത് റഹ്മാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഏഷ്യൻ ഗെയിം ചേഞ്ചർ അവാർഡ് 2020 ലഭിച്ചത് ആർക്ക്? ഹു വാസ് ഹോണേഡ് വിത്ത് ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡ് 2020? മിഷേൽ സ്റ്റാർ ഷെഫ് വികാസ് ഖന്നയ്ക്കാണ്. വികാസ് ഖന്നയ്ക്കാണ് 2020 ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡ്. അദ്ദേഹം ഒരു ഷെഫാണ്, പാചകക്കാരനാണ്, അമേരിക്കൻ ആണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. മിഷേലിൻ സ്റ്റാർ ഷെഫ് വികാസ് ഖന്ന, മിഷേലിൻ സ്റ്റാർ ഷെഫാണ്, വികാസ് ഖന്നയാണ് ഇത്തരത്തിൽ ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ഒന്ന് ശ്രദ്ധിക്കുക, കിച്ചൺസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ അടുക്കളകളാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക്. മിഷേലിൻ സ്റ്റാർ ഷെഫ് എന്ന് പറയും, മിഷേൽ ഒബാമയുടെ പാചകക്കാരൻ എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിനാണ് വികാസ് ഖന്ന, അദ്ദേഹത്തിനാണ് ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡ് ലഭിച്ചത്. അതേപോലെ കിച്ചൺസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ അടുക്കളകൾ, അത് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനത്തിൽ ആദ്യത്തെ പ്രൊഫസർ PC മഹൽനോബിസ് ദേശീയ അവാർഡ് നേടിയതാര്? ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് PC മഹൽനോബിസ് അവാർഡ് നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനതത്വ ശാസ്ത്രജ്ഞൻ കൂടിയാണ് PC മഹൽനോബിസ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം നൽകുന്നത്. ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനത്തിൽ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയിലാണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ അവാർഡ് നേടിയത്, ആദ്യത്തെ അവാർഡ് നേടിയത് C രംഗരാജനാണ്. ഹു വോൺ ദ ഫസ്റ്റ് പ്രൊഫസർ PC മഹൽനോബിസ് നാഷണൽ അവാർഡ് ഓൺ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? അപ്പോൾ C രംഗരാജനാണ്. അതിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ 29 ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനത്തിൽ ആദ്യത്തെ പ്രൊഫസർ PC മഹൽനോബിസ് ദേശീയ അവാർഡ് നേടിയത് C രംഗരാജൻ. മുൻ RBI റിസർവ് ബാങ്ക് ഗവർണറാണ് C രംഗരാജൻ. കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ വീടുകളിലും LPG ഗ്യാസ് കണക്ഷനുള്ള ആദ്യത്തെ സംസ്ഥാനമായി മാറിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് വെയർ ഓൾ ഹൗസ് ഹോൾഡ്സ് ഹാവ് LPG ഗ്യാസ് കണക്ഷൻ? ഏതാണ് ആ സംസ്ഥാനം? എല്ലാ വീട്ടിലും LPG ഗ്യാസ് കണക്ഷനുള്ള ആദ്യത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതുപോലെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ജയറാം താക്കൂർ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, ചീഫ് മിനിസ്റ്റർ ജയറാം താക്കൂർ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. IPL ചരിത്രത്തിൽ തുടർച്ചയായ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരൻ, തുടർച്ചയായ സെഞ്ചുറി നേടുന്ന who became the first cricketer to score consecutive centuries in IPL history? Consecutive centuries, തുടർച്ചയായ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരൻ ശിഖർ ധവനാണ്. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമാണ്, ഡൽഹിയുടെ താരമാണ്. IPL കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോകത്തെ ഏറ്റവും മികച്ച തൊഴിൽദാതാവിൻ്റെ ഫോബ്സ് പട്ടികയിൽ 2020 ഒന്നാമതെത്തിയ കമ്പനി, ഏറ്റവും മികച്ച തൊഴിൽ നൽകുന്ന കമ്പനി എന്ന് തന്നെ പറയാം, തൊഴിൽദാതാവിൻ്റെ ഫോബ്സ് പട്ടികയിൽ 2020 ഒന്നാമതെത്തിയ കമ്പനി. വിച്ച് കമ്പനി ടോപ്ഡ് ഫോബ്സ് ലിസ്റ്റ് ഓഫ് വേൾഡ്സ് ബെസ്റ്റ് എംപ്ലോയർ 2020? സാംസങ് കമ്പനിയാണ് ലോകത്തെ ഏറ്റവും മികച്ച തൊഴിൽദാതാവിൻ്റെ കമ്പനി എന്നറിയപ്പെടുന്നത്. ഫോബ്സ് പട്ടിക പ്രകാരം സാംസങ് കമ്പനിയാണ്. 19ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 28 സംസ്ഥാനങ്ങളിൽ വെച്ച് അനീമിയ മുക്ത ഭാരത് സൂചിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? വിച്ച് സ്റ്റേറ്റ് ടോപ്ഡ് അനീമിയ മുക്ത ഭാരത് ഇൻഡെക്സ് അമംഗ് 28 സ്റ്റേറ്റ്സ്? ഇപ്പോൾ നമുക്ക് 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ശ്രദ്ധിക്കുക, 28 സംസ്ഥാനങ്ങളിൽ വെച്ച് അനീമിയ മുക്ത ഭാരത് സൂചിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. അനീമിയ മുക്ത ഭാരത് സൂചിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മിനിയേച്ചർ ട്രെയിൻ ആദ്യമായി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ തുടങ്ങിയത്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ പവേർഡ് മിനിയേച്ചർ ട്രെയിൻ ലോഞ്ച്ഡ്? കേരളമാണ് ഇത്തരത്തിൽ തുടങ്ങിയത്. അത് വേളി ടൂറിസ്റ്റ് വില്ലേജ്, തിരുവനന്തപുരത്തെ വേളി ടൂറിസ്റ്റ് വില്ലേജിലൂടെയാണ് ഇത്തരത്തിലുള്ള മിനിയേച്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇത്, കേരളം. 21ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആഗോള പവർ സിറ്റി സൂചിക 2020 ഏത് നഗരമാണ് ഒന്നാം സ്ഥാനം നേടിയത്? Which city ranked top position in global power in city index 2020?
ലണ്ടനാണ് ഇത്തരത്തിലുള്ള സൂചിക ആഗോള പവർ സിറ്റി സൂചിക 2020 ഒന്നാം സ്ഥാനം നേടിയത്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം ന്യൂയോർക്ക്, 3 ടോക്കിയോ, 4 പാരീസ്, 5 സിംഗപ്പൂർ. ആഗോള പവർ സിറ്റി സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ലണ്ടൻ. രണ്ടാം സ്ഥാനം ഒന്നുകൂടെ പറയുന്നു, ന്യൂയോർക്ക്, ടോക്കിയോ 2, 3 ടോക്കിയോ, 4 പാരീസ്, 5 സിംഗപ്പൂർ. ടോപ്പ് 5 സിറ്റീസാണ് നൽകിയിരിക്കുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമരനായികയാണ്? കെ ദേവയാനി ഈസ് എ ഹീറോയിൻ ഓഫ് വിച്ച് മൂവ്മെൻറ്റ്? വളരെ പഴയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഈ അടുത്തതായിട്ട് PSC പരീക്ഷകളിലൊക്കെ തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം പലതിൻ്റെയും നേതാക്കന്മാരെ നമുക്കറിയാം. കെ കേളപ്പനാണെങ്കിലും അപ്പോൾ AKG ആണെങ്കിലും ഇങ്ങനെയുള്ള നേതാക്കന്മാരെ അറിയാം. പക്ഷേ ഈ സമരനായികയെക്കുറിച്ച് അധികം അറിവുകൾ പുറം ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമരനായികയാണ്? കെ ദേവയാനി ഈസ് എ ഹീറോയിൻ ഓഫ് വിച്ച് മൂവ്മെൻറ്റ്? കരിവള്ളൂർ സമരത്തിൻ്റെ സമരനായികയാണ്. ഇത് PSCയിൽ ഈ അടുത്തായിട്ട് 1-2 പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.